അട്ടപ്പാടി ചുരത്തിലാണ് പുലിയെ കണ്ടതായി സംശയം. എന്തായാലും ചുരം കയറി തുടങ്ങുമ്പോൾ മൂന്നാമത്തെ വളവിൽ പുലിയെ കണ്ടു എന്നാണ് യാത്രക്കാർ പറയുന്നത്. കാറിൽ സഞ്ചരിച്ചിരുന്ന ഒരു കുടുംബമാണ് ആദ്യം ശ്രദ്ധിക്കുന്നത്. തൊട്ടു പിന്നാലെ വന്ന ബൈക്കുകാരനും പുലിയെ കണ്ടതായി പറയുന്നുണ്ട്. പുലിയെ കണ്ട വിവരം യാത്രക്കാർ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും അറിയിച്ചിട്ടുണ്ട്. മണ്ണാർക്കാട് നിന്ന് അഗ്ലിയിലോട്ട് ഫാമിലിയായിട്ട് ഞങ്ങൾ യാത്ര ചെയ്യായിരുന്നു. അപ്പം ആനമൂളിൽ നിന്ന് മൂന്നാമത്തെ വളവിൽ വെച്ചിട്ടാണ് പുലിനെ കണ്ടത്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് പാനിക്കായി, വണ്ടിയിൽ കൊച്ചൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ സ്പീഡിൽ വരിക ചെയ്തത്. ഞങ്ങളുടെ തൊട്ട് ബാക്കിലൊരു ബൈക്ക് യാത്രക്കാരനുണ്ടായിരുന്നു, ആളും ഒന്ന് പാനിക്കായി. അപ്പം ഞങ്ങൾ നേരെ പോലീസ് ചെക്ക് പോസ്റ്റിൽ ഇൻഫോം ചെയ്യുക ചെയ്തത്. അപ്പം അവർ പിന്നെ ബാക്കി വരുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് അറിയിച്ച് അവരെ ഒന്ന് വിജിലൻ്റ് ആക്കിയിട്ടാണ് അതുവഴി വിട്ടിട്ടുണ്ടായിരുന്നത്. ശേഷം സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, ഈ വനവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചോ? വനവകുപ്പ് ഇത് സംബന്ധിച്ച് തിരച്ചിലും മറ്റും നടത്തിയിരുന്നെങ്കിലും പിന്നീട് പുലിയെ കണ്ടെത്തിയിട്ടില്ല എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ അട്ടപ്പാടിയിൽ നിന്നും, അതായത് അഗളിയിലേക്ക് പോകുന്ന വഴിക്ക് മൂന്നാം വളവിന് വെച്ചാണ് രണ്ടു കൂട്ടർ ഇത്തരത്തിൽ പുലിയെ കണ്ടത്. ഇവർ ഇതിന്റെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും അത് നീങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഉടൻ തന്നെ അവര് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും വിവരം ധരിപ്പിച്ചു. പിന്നീട് ഇത് സംബന്ധിച്ച് തെരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്തിയിട്ടില്ല. മറ്റ് യാത്രക്കാരും പുലിയെ കണ്ടതായി ഇതുവരെ അറിഞ്ഞിട്ടില്ല. എന്തുതന്നെയായാലും പ്രദേശത്ത് ആശങ്ക നിലനിൽക്കുകയാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇത്തരത്തിൽ വന്യമൃഗങ്ങളുടെ വലിയ ഭീഷണിയാണ് ഈ മേഖലകളിലൊക്കെ തന്നെയും നേരിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി യാത്രയിലടക്കം ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലും പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് തിരികെ വനത്തിനുള്ളിലേക്ക് പുലി തിരികെ മടങ്ങിക്കാണും എന്ന ഒരു പ്രതീക്ഷയാണ് നൽകുന്നതും അനു.